നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. My dear judges. ഓക്കെ, അപ്പൊ എന്തായാലും ഫസ്റ്റ് പെർഫോമൻസിലേക്ക് പോവാം. ഫസ്റ്റ് ഡുവറ്റ് റൗണ്ട് ആണ്. പാടാൻ വരുന്നു നമ്മളുടെ സ്വന്തം റിഹാൻ ആൻഡ് ദിയ. മണിക്കുട്ടിക്കൂറുമ്പുള്ളൊരമ്മിണി പൂവാലി, നിന്നെ പാട്ടു പഠിപ്പിച്ചതാരടി വായാടി. തന്തന തന്തനനാ 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 തന്തന തന്തനനാ തന്തനനാ തന്തനനാ. മണിക്കുട്ടിക്കൂറുമ്പുള്ളൊരമ്മിണി പൂവാലി, നിന്നെ പാട്ടു പഠിപ്പിച്ചതാരടി വായാടി. ഇത്തിരി പൂവോ പൊന്മുളം കാടോ, ഏട്ടന്റെ നെഞ്ചിലെ താരാട്ടോ, തൊട്ടുത്തലോടുന്ന പൂങ്കാറ്റോ, ആലിപ്പഴം വീഴുമാവണി മേട്ടിലെ ഓമനയമ്പിളിയോ. മണിക്കുട്ടിക്കൂറുമ്പുള്ളൊരമ്മിണി പൂവാലി, നിന്നെ പാട്ടു പഠിപ്പിച്ചതാരടി വായാടി. പ്രസന്റേഷൻ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ചോദിക്കാം. ശരത് സാർ, നല്ല സെലക്ഷൻ ഒക്കെ ആട്ടോ. മോനെ, ഈ ഇപ്പൊ തുടക്കപ്പാട്ട് രാജാ സാറിന്റെ പാട്ടല്ലേ, അതിന് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ആകാമായിരുന്നു തോന്നി മോനെ. പാടുമ്പോഴേ അതിനൊരു തെളിച്ചമില്ല. തെളിച്ചമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പാടുന്നതിന് ഒരു കൃത്യത, അത് വേണമല്ലോ, അല്ലേ? വേണ്ടേ? അത് കുറച്ച് കുറവായിരുന്നു മക്കളെ. അത് പ്രത്യേകിച്ച് ഓമന അമ്പിളിയോ ഒന്ന് പാടാമോ മക്കള്? ആലിപ്പഴം വീഴുമാവണി മേട്ടിലെ ഓമന അമ്പിളിയോ. അതെന്താണ് ഐറ്റം? അവസാനമുള്ള കുണുക്ക് എന്താണ്? വാട്ട് യു മീൻ ബൈ ദാറ്റ് കുണുക്ക്? അതാണോ? അത് മോനെ, അത് കുറച്ചും കൂടെ ക്ലാരിറ്റി വേണ്ടേടാ. അത് വേണം. പിന്നെ മോളെ ചക്കരെ, ഇന്നലെ രാവാകെ മോളെ, അവിടെ തൊട്ട് ഒരു ആ 2 ലൈൻ കുറച്ച് ഷാർപ്പായിരുന്നു. മോക്ക് അത് ഫീൽ ചെയ്തോ? ശ്രുതി ചെറുതായിട്ട് അത് മക്കൾക്ക് മനസ്സിലായല്ലോ. അത് മതി, അത് മതി. അതാണ് ഏറ്റവും വലിയ കാര്യം മോളെ. നമുക്ക് ചേരുന്നില്ല, നമ്മളെ മനുഷ്യരല്ലേ, ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. അത് മനസ്സിലാവണം നമുക്ക്, അത്രേ ഉള്ളൂ. അതൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കളെ ചക്കരെ, മോനെ, ഈ പാട്ട് നേരെ കേട്ടിട്ട് ഒന്നുമില്ലേ? ആ ഹിന്ദി പാട്ട് ഉണ്ട്. എന്നിട്ട് എന്താ ഇങ്ങനെ ആയിപ്പോയത്? ഒന്ന് പാടിക്കേ. മോനെ, തരതാരേ പരദേശീയ
ദാരേ പരദേശിയൻ തരി തീ തീ തീ. സിയൻ ആ ആ പാടിക്കോ. जान को ऐसे അതെല്ലാം ജാനു കോ ऐसे जान को ऐसे ആ कोई नहीं अपनाता നീതാ നീനാനാ കോയി നഹീ അപ്നാ അത്താ. അത് വരട്ടെ. अपनाता ആ അടുത്തത്. तुम लोगों से जुड़ गया जैसे जन्म ആ जन्म മോനെ ആ കണക്ഷന്റെ ഒരു സുഖം വേണ്ടേ? തരി നീ 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 തര തരി രീ. जैसे जन्म जन्म का नाटा ആ ദരിത്തി. അതിനൊക്കെ ഒരു ക്ലാരിറ്റി വരട്ടെ. का ഉം. नाटा अपनी धुन में मगन डोले लोग यहाँ बोले दिल की जबान ദാരി തരി നീ നീ लोग यहाँ बोले दिल ലലോലി. അങ്ങനല്ല മോനെ. ദാരി തരി നീ നീ എങ്കിലല്ലേ അതിനൊരു ഫിനിഷ് ഉണ്ടാവും. बोले ഡേ. बोले ആ അത് ആ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കോമ്പസിഷന്റെ സോള് മനസ്സിലാകാതാകുമ്പോഴാണ് മോൻ ഇങ്ങനെ പാടിപ്പോകുന്നത്. അതിനങ്ങനെ വന്നാലേ അതിനൊരു സുഖമുള്ളൂ. മക്കളെ കുഞ്ഞെ ചക്കരെ പഞ്ചാരെ ആ പപ്പ ഒന്ന് പല്ലേ പാടാമോ മക്കളെ? गोरी तरह गावो बड़ा प्यार മോളെ അത് തരാ ദരി രി 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 രത്താ गोरी तेरा गावो बड़ा प्यार താരി ഗാओ പാ. गाओ बड़ा प्यारा मैं तो മോളെ പ്യാരാ പ്യാരാ അങ്ങനെ ആകാ. प्यारा ആ അത് വല്ലാണ്ട് ആവണ്ട. ആ അത്രേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു സർ. ഷാനിക്ക മക്കളെ എന്താ നന്നായിട്ട് പാടി. താങ്ക് യു സർ ശരത്തേട്ടൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. എനിക്ക് ഇപ്പം ഫസ്റ്റ് 2 സോങ്സ് എനിക്ക് റിഹാൻ ഇപ്പം കഴിഞ്ഞ പെർഫോമൻസും ഇതും ഒന്ന് ഡൗൺ ആയോ എന്ന് എനിക്കൊരു ഡൗട്ട്. എന്ത് പറ്റി റിഹാൻ? ഒക്കെ നമ്മൾ ഇങ്ങനെ ജില്ല് നിന്നല്ലേ? എന്തെങ്കിലും ത്രോട്ട് ഇഷ്യൂസോ പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും? അടപ്പാണോ? എനിക്കതിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, കാരണം എൻ്റെതും അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ കുറ്റം പറയുന്നത് ശരിയല്ല. മോളുടെ വോയിസ് നല്ല ഓപ്പണും ഇതൊക്കെയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ശ്രുതി പ്രശ്നങ്ങളായിരുന്നു രണ്ടാളിലും കണ്ടൊരു കോമൺ ഫാക്ടർ. പിന്നെ മറ്റേ ചിച്ചോറിലെ പാട്ട് റിഹാൻ അത് തുടങ്ങിയത് തന്നെ എനിക്ക് മനസ്സിലായില്ല. അത് ഫുൾ ഔട്ടായിട്ട് തുടങ്ങിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. എവിടേക്കൊക്കെയോ ട്രാക്കിൽ വീഴുന്നു, പിന്നെയും പോകുന്നു. അത് അടപ്പിൻ്റെ പ്രശ്നമായിരിക്കാം. പിന്നെ മോളെ എനിക്കിതൊന്ന് പാടി തന്നെ, മറ്റേ ഇന്നലെ രാവാഗയുടെ ഫസ്റ്റ് ഹമ്മിങ്. അതിങ്ങനെ അബ്രപ്റ്റ് ആയിട്ട് നിർത്തണ്ട, ഒരു ഫേഡ് ഔട്ട് കൊടുക്കുക. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ബ്യൂട്ടി ഉണ്ടാവും. ആ ഓക്കെ ശരി, അത്രേ ഉള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞു ഒരു പൊടിക്ക് ദിയമോളാണ് ഫ്രണ്ടിൽ നിൽക്കണം. All the best. ഹരിച്ചേട്ടാ രണ്ടുപേരും നന്നായിട്ട് പാടി. താങ്ക് യു സർ. പറഞ്ഞ പോലെ ദിയയുടെ കുറച്ച് ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു. മോൻ ആദ്യം ഫുൾ സോങ് സോളോ പാടിയല്ലേ? അത് പല്ലവി ഫുള്ള്. ഓക്കെ, അതിൽ മോള് പാടിയായിരുന്നോ? ഇല്ല. ആ ഫുൾ ഇങ്ങനെ നിക്കായിരുന്നല്ലേ? ഇങ്ങനെ കളിച്ചിക്ക. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എത്ര നേരം ഈ റൗണ്ട് കഴിയുന്നവരെ ഈ ദിയ ഇങ്ങനെ ആയിരിക്കും. പക്ഷെ അവന്റെ റൗണ്ട് ഇങ്ങനെ അടിച്ചു. ഒന്ന് കറങ്ങി വന്നിട്ട് ഇങ്ങനെ. ബട്ട് ഓവറോൾ നല്ല രസമായിരുന്നു. താങ്ക് യു 3 പാട്ടും നല്ല ചോയ്സ് ആയിരുന്നു, നല്ല പാട്ടുകൾ. താങ്ക് യു സർ. ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോളുടെ ഇതുപോലെ ഹമ്മിങ് ആയിരുന്നു, എനിക്കും പെട്ടെന്ന് കട്ടായി പോയതുപോലെ എന്തോ ഒരു, ഞാൻ എപ്പോഴും പറയാറില്ല ഹമ്മിങ് എന്ന് പറയുന്നത് തന്നെ കുറച്ചുകൂടി ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പാടുന്നത്, അല്ലാതെ നമ്മൾ പിന്നെ ഒരു ഹമ്മിങ് അതല്ല. അപ്പോൾ ആ ഒരു ഫീലിൽ നമ്മളെല്ലാവരും ഒരു ഇൻട്രോ പാടുക. ബട്ട് ഓവറോൾ പിന്നെ മോൻ്റെ ഡിക്ഷൻ കുറച്ച് എന്താ പറയുക, ഒന്നും കൂടി ഒന്ന് ഹിന്ദീകരിക്കണം എന്നെനിക്ക് ഫീൽ ചെയ്തു. ഒരു നമ്മൾ മലയാളികൾ പാടുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ, അത് ട്രൈ ടു അവോയ്ഡ്. ലൈക്ക്
ശ്രമിച്ചാൽ മതി. അതങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ഓരോന്നും കുറെ കേട്ടാൽ മതി. കുറെ ഹിന്ദി സോങ്സ് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഓക്കെ നമ്മൾ പാടുന്നതിലൊരു ഇതുണ്ട് എന്നുള്ളത്. കേട്ടാ, നല്ല ചോയ്സ് ആയിരുന്നു എന്തായാലും. എനിവേ നൈസ് പെർഫോമൻസ്. താങ്ക് യു സർ. താങ്ക് യു ഹരി ചേട്ടാ. ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ, ആരുടെ മാർക്കാ ഇപ്പൊ ഞാൻ ആദ്യം പാറു? പ്ലീസ് ഹെൽപ്പ് മീ. കൊച്ചിന്റെയോ? റിഹാന്റെ. ആ കൊച്ചിന് 7.5 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഇനി ദിയമോൾ. ഈ കൊച്ചിന് 8 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷനിക്ക, ഹരിച്ചേട്ടാ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അടുത്തത് ഗോൾഡൻ വോയിസ് റൗണ്ടിൽ ലതാജിയുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിട്ട് വരുന്നു നമ്മളുടെ എനർജറ്റിക് വൈബ്രന്റ് ധ്രുവ മോൾ. സോ ലെറ്റ്സ് വെൽക്കം ധ്രുവ.
പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. അതൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു. പിന്നെ ഷിനു ചേട്ടന്റെ ശരത് സർ Come on, Shinu, come on. കമോൺ ഷിനു. പ്രോസസ്സറൊക്കെ വായി തന്നെ വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, Very nice. പാട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ശരത് സർ. മക്കളെ ധ്രുവ എന്ത്? ബഹുത്ത് അച്ഛ, പ്രമാദം, താങ്ക് യു. സൂപ്പർ മോളെ, താങ്ക് യു സർ. ഉഗ്രായിട്ട് പാടി. ആരാ മക്കളെ മ്യൂസിക്? ആടി ബർമൻ സർ. ആഹാ, മോള് ഉഗ്രായിട്ട് പാടി. താങ്ക് യു ആകെ സർ. ആ ചരണം തുടക്കം മാത്രം അത് ഓട്ടം കുഞ്ഞിനെ കണ്ടു കിട്ടാതി കേട്ടോ, അത്രേ ഉള്ളൂ. അതങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം ബ്യൂട്ടിഫുൾ ആണ്. താങ്ക് യു സർ. ആ തുന്നൊരു ഭയങ്കര ഒരു വൈറ്റൽ റോൾ ഉണ്ട് ഈ പാട്ടിൽ. മോള് ചരണം ഒന്ന് പാടാമോ? കഭി കഭി കുച്ച് തോ ആഹാ, കഹോ പിയാ ഹംസി कम से कम आज तो खुल के मिलो जरा हमसे. कभी कभी कुछ तो कहो पिया हमसे. कम से कम आज तो खुल के मिलो जरा हमसे. हे रात अपनी जो तुम हो अपनी किसी का फिर हमें डर क्या हमें चले ബ്യൂട്ടിഫുൾ മോളെ. മതി മക്കളെ, മതിയടാ. ബ്യൂട്ടിഫുൾ. ആഹാ, Thank you sir. എന്ത് രസമാണ്. ഇതൊരു ഒരു പോസിറ്റീവ് വൈബാണ്. നമ്മൾ ഇങ്ങനെയുള്ള പാട്ടാ മക്കളെ വേണ്ടത്, നിങ്ങൾ പാടേണ്ടത്. ആഹാ, എന്ത് സുഖമാണ് കേട്ടു. ഒന്നും പറയാനില്ല. ഈ പാട്ടിന് മൊത്തത്തിൽ ഇതിന്റെ സൃഷ്ടിച്ചവർക്ക് എല്ലാവർക്കും കാല് തൊട്ട് വന്ദനം. ഓക്കെ, താങ്ക് യു സമാപ്ത് ഹുവാ യേ സമാചാർ. ഹരിച്ചേട്ടാ. എന്ത് പറയാൻ, സൂപ്പർ, Thank you sir. ഗ്രേറ്റ് പെർഫോമൻസ്. Thank നമ്മുടെ you. ലതാജി റൗണ്ടില് ഇതൊരു പാടിയാലൊരു ടോപ്പ് 2-ൽ തന്നെ വരാം. ഇത്രയും പെർഫോമൻസസിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. Thank you sir. ഞാനൊന്നും എഴുതിയിട്ടില്ലല്ലോ. ഓ വൗ. ഞാൻ ആകെ പേപ്പർ, ഞാൻ മോൾട്ട സിംഗിങ് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒന്നും എഴുതിയിട്ടില്ല. ഒന്നും എഴുതാൻ ആദ്യം വെരി ബിഗിനിങ് മാത്രം ഒരു ഇത് തോന്നി, ആ ബാഹോമേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മോളെ സൂപ്പർ. Thank you sir. Thank you sir. എനിക്ക് എല്ലാം ഞാൻ ഇവിടെ എല്ലാവരും എൻജോയ് ചെയ്യായിരുന്നു. ഹോൾ സെറ്റ് എൻജോയ് ചെയ്ത് ഇങ്ങനെ കേൾക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ പോട്ടെ. ധ്രുവയ്ക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് ധ്രുവയുടെ സിംഗിങ്ങിലും പെർഫോമൻസിലൊക്കെ. ആ തുടക്കത്തിലുള്ള ടെൻഷനൊന്നും ഇല്ല ഇപ്പം. സോ കീപ് ഗോയിങ്. ഇന്നിവിടെ ചിലതൊക്കെ സംഭവിക്കും. ഓക്കെ, താങ്ക് യു ഹരിച്ചേട്ടാ. അതെ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അത് പറഞ്ഞു. അങ്ങോട്ടേക്ക് വരും. ഓക്കെ, ഷാനിക. ധ്രുവ എന്ത്? എന്താ പറയാ, മാജിക്കൽ ആയിരുന്നു മോളെ. Thank you sir. ശരിക്കും ഈ ഒന്ന് അടിപൊളി കമ്പോസിഷൻ. ഒന്നും ബർമൻ സർ, ബർമൻ സർ ഒന്നും പറയാനില്ല. ഇതിൽ എക്സ്പ്രഷൻസ് ആണ് ഈ ഒരു പാട്ടിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട് വീണിട്ടില്ലെങ്കിൽ അത് നമ്മൾ എന്തായത്. ഇത് ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ, ടോപ്പ് ടു ബോട്ടം, ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ്. Thank you sir. അടിപൊളി. ആകെ പിന്നെ ബാഹുമേ ചെളി ആ വോന്നില്ല, ആവോ കേട്ടോ, വോ ഇല്ല, അത്രേ ഉള്ളൂ. ആവോ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇപ്പൊ നേരത്തെ അറിയാം ഈ ജാവോ, വോ ഇല്ല, ജാവോ ആവോ, ഇത്രക്കേ ഉള്ളൂ. അത് ലതാജി പാടുമ്പോ ഒട്ടും കേൾക്കത്തില്ല. ഒട്ടും കേൾക്കില്ല. ബാഹുമേ ചെളി അത്രേ കേൾക്കുള്ളൂ. അതൊരു ചെറിയൊരു ഇത് മാത്രമേ കൊടുക്കും. അപ്പൊ ആ വോന്ന് കൊടുക്കുമ്പോൾ വേറെ എന്തോ ഒരു അഡീഷണൽ ഫിറ്റ്മെന്റ് വന്ന പോലെ നമുക്ക് തോന്നും. ആ വോ വേണ്ട, ആവോ. വളരെ സിമ്പിൾ. മോള് അടിപൊളിയായിട്ട് പാടിയിരുന്നു മോളെ, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. എനിക്ക് ഈ ആവോ അല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല മോളെ. ബ്യൂട്ടിഫുൾ, ഒന്നും പറയാനില്ല. താങ്ക് യു ഷാനിക. മാർക്കറിയണ്ടേ? യെസ്, അതിന് മുന്നേ ധ്രുവമോള് വന്നപ്പോഴേ പറഞ്ഞു ഇന്ന് ചോദ്യം ഉണ്ട്. നമ്മള് കൊറേ ചോദ്യം കൊണ്ടുവന്നിട്ട്. ഓ ഹരിച്ചേട്ടാ, അപ്പൊ അവള് വന്നപ്പോഴേ പറഞ്ഞു ചേച്ചി ഇന്ന് ചോദ്യം ഉണ്ടെന്ന്. ഇത്രയും നന്നായിട്ട് പാടിയല്ലേ അവള് ചോദിച്ചോട്ടെ. രമണനും ചന്ദ്രികയും ഒരു ഡ്രോയിങ് ക്ലാസ്സിൽ ചേർന്നു. അപ്പോ അവിടുത്തെ ടീച്ചർ അവരെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ടോപ്പിക് കൊടുത്തു വരയ്ക്കാനായിട്ട്. രമണൻ അത് വേഗം വരച്ച് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ചന്ദ്രികയ്ക്ക് അത് വരയ്ക്കാൻ പറ്റിയില്ല.
അപ്പോൾ ചന്ദ്രിക രമണനോട് ചോദിച്ചു എനിക്ക് ഇതൊന്ന് വരച്ചു തരുമെന്ന്. അപ്പോൾ രമണൻ പറ്റില്ല എന്ന് അർത്ഥം വരുന്ന പേരിൽ ഒരു പാട്ട് പാടി. അത് ഏതാണ് പാട്ട്? യു ഗൈസ് ക്യാരി ഓൺ. ചേച്ചിയും പറയാം. എനിക്കറിയില്ല. It's ഓർക്കസ്ട്ര about- മലയാളം അല്ല അല്ലേ? എല്ലാവർക്കും ആണോ? പറയാം കേട്ടോ. പച്ചേട്ടാ ഷിനിച്ചേട്ടാ ആലോചിക്കൂ. പുതിയ സോങ് ആണോ? കിട്ടിയാ ഷിനിച്ചേട്ടാ? നീട്ടി. വരമഞ്ഞളാടിയാണ്. കിട്ടിയാ? വരമഞ്ഞളാണ്. ഓർക്കെ പാട്. വരമഞ്ഞളാടിയാണ് അല്ല. മഞ്ഞളിന് എന്താണ് ബന്ധം? വര വര ഷിനുചേട്ടൻ. എന്റെ ബുദ്ധിയായി പോയി. നിങ്ങക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ അല്ലേ? കുറച്ചു പേർക്ക് അറിയാം. അതാ എന്നാ അവര് പറയാം. ഒരു ക്ലൂ തരാമോ? ഒരു ക്ലൂ. സിനിമാ പാട്ടാണോ? സിനിമ പാട്ടാണ്. സിനിമ പാട്ടാണ്. ആരാ പാടിയത്? അത് പറ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഉത്തരം മാത്രം മതി. ഞാൻ പറയട്ടെ. ദാസാറല്ലേ പാടിയത്? അല്ല, അതും പോയി. അപ്പൊ അതും പോയി. ആരാ പാടിയെന്ന് പറഞ്ഞാ സ്വയംവര കുഴപ്പമില്ല. ചന്ദ്രികെ. ഓ, അത് പാടിക്കേ. ഇത് എവിടുന്ന് കിട്ടി? അത് പാടിക്കേ അല്ല പാടത്തില്ല. പിന്നെ പ്ലീസ്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ആ ഞങ്ങളുടെ സ്കൂളിലുണ്ടല്ലോ ആ. കുറെ എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും കുറെ ചേച്ചിമാരും ഞങ്ങളുടെ സ്കൂൾ ഹോൾ ടീം നിങ്ങളുടെ എല്ലാവരെയും ഫാനാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ഈ പാട്ടൊന്ന് പാടിത്തരുമോ? ഈ പാട്ട് ആ, റെഡി മോളെ. എല്ലാരും എടാ ഷിനു നമ്പ്യാരെ, എടാ നിന്റെ ആയുധം, നിന്റെ വജ്രായുധം ചേച്ചിനോട് തന്നെ. അന്വേഷണം പറയും ചേച്ചി. എന്റെ അന്വേഷണം. അപ്പൊ നിങ്ങളുടെ സ്കൂളിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേക അന്വേഷണം അറിയിക്കുകയാണ്. ബിഗ് ഹൈ. സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ? ആഹാ. ഏറ്റവും ഇഷ്ടപ്പെട്ട നിർത്തിയതാടാ. ബ്യൂട്ടിഫുൾ ഷിനു. ഹാപ്പി ആയോ? ഹാപ്പിയായി. യെസ്. അപ്പോ ഇനി നമുക്ക് മാർക്സിലേക്ക് പോവാം. ശരത് സർ. നൂറ്. കിട്ടിയാ? പിന്നെ ഓ അത് ഞാൻ കണ്ടില്ല. ഓ 500. അയ്യോ, എന്റെ എന്തിനാ നിനക്കെന്തിനാ അത് പറഞ്ഞിട്ട്? എനിക്ക് കിട്ടിയ ഒരു 500. അതെപ്പോഴും ഏതോ കാലത്തല്ലേ? കാണുന്നു. കിട്ടിയോ? നിങ്ങക്ക് കിട്ടിയോ? ഇല്ലല്ലോ. ഞങ്ങൾ തെണ്ട. നമ്മുടെ താങ്ക് യു ശരത് സാർ. ഇറ്റ്സ് ഓക്കെ ഡാർലിംഗ്. എടാ നമുക്ക് രണ്ടുപേർക്കും കിട്ടി. മാർക്ക് വേണ്ടേ കൊച്ചേ? ഒരു 500 രൂപ കിട്ടിയപ്പോ അങ്ങ് പോവാന്ന്. അതെ. ഓക്കെ ഇനി മാർക്ക്. എത്ര കൊടുക്കണം നമുക്ക്? 8.5 9. എനിക്ക് എന്റെ മനസ്സിൽ 8.5 9 ഉണ്ട്. നിങ്ങൾക്കോ? നമുക്കൊരു 9 9.5. ആ ഒരു 9.5. ഓക്കെ, ശരത്തേട്ടൻ അവിടെ തുടങ്ങാം. ഓക്കെ ശരത് സാർ. ഒരു 8.5 9.5 ശരി, ഞാനൊരു എന്നാ പിന്നെ ബാ, ബാ. സൂപ്പർ ധ്രുവ, കൺഗ്രാറ്റ്സ്. ഞാനും ഹരി അങ്ങോട്ടേക്ക് വരാം. ഇങ്ങനെ വന്നില്ലേ? അതെ. ഇന്ന് നമ്മൾ അങ്ങോട്ടേക്ക് വരാം. വാ. അല്ല ഷാനിക്ക, ധ്രുവ മോൾ ഇവിടെ വന്ന് എല്ലാ പെർഫോമൻസും അടിപൊളിയായിട്ട് പെർഫോം. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും അവൾക്ക് ഗോൾഡൻ മൈക്ക് മിസ് ആയിട്ടുണ്ടാവുക. ഇപ്പൊ അറ്റ് ലാസ്റ്റ് നമ്മുടെ ധ്രുവ മോൾക്ക് ആ ഗോൾഡൻ മൈക്ക് കിട്ടിയിരിക്കുകയാണ്. Yay! പറ, എന്താ പറയാനുള്ളത്? കൊച്ചു കരഞ്ഞു പോയി പാവം. ഒന്നും പറയാനില്ല. അവൻ സന്തോഷമായി കൊച്ചന്. അപ്പൊ നമുക്ക് ധ്രുവ മോളുടെ പാട്ട് ഗോൾഡൻ മൈക്കിൽ കേൾക്കാം. ആഹാ. ഓക്കെ.
चले ही जाना है ആ नजर चुरा के यूं फिर थामी थी साजन तुमने मेरी कलाई क्यों हाँ चले ही जाना है नजर चुरा के यूं फिर थामी थी साजन तुमने मेरी कलाई क्यों किसी को अपना बना के छूटे ऐसा कोई नहीं करता राहों में चले ओ हमसे सनम क्या पर्दा ओ हमसे सनम क्या पर्दा ആ വാ 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 സൂപ്പർ. കൺഗ്രാറ്റ്സ് ധ്രുവ, കൺഗ്രാറ്റ്സ്. അടിപൊളി. കൺഗ്രാറ്റ്സ് മക്കളെ, സന്തോഷം, കുറെ സന്തോഷം. താങ്ക് യു ഷാനിക്ക ചേട്ടാ. ഓക്കെ, അങ്ങനെ ധ്രുവ മോളുടെ ഒരു അടിപൊളി പെർഫോമൻസ് കഴിഞ്ഞു. ഗോൾഡൻ മൈക്ക് ഒക്കെ കിട്ടി. ഏണ പിന്നെ ഞാൻ ആടിച്ച ആളെ വിളിക്കട്ടെ. അടുത്തത് ഡെഡിക്കേഷൻ റൗണ്ട് ആണ്. ഡെഡിക്കേഷൻ റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ ആന്യക്കുട്ടി. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ആന്യ. ആന്യ, എന്തോ ഇത് ആർക്ക് വേണ്ടി ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്തേ? ഇതെന്റെ അമ്മച്ചിക്ക്. ഓക്കെ, ഹായ് അമ്മച്ചി. എന്താ അമ്മച്ചിയുടെ പേര്? അനീറ്റ. അനീറ്റ. ഓക്കെ, എന്തുകൊണ്ടാ ഈ സോങ് അമ്മച്ചിക്ക് ഡെഡിക്കേറ്റ് ചെയ്തേ? അമ്മച്ചി എന്നെ ഓൾവേസ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അമ്മച്ചി പറയും ഈ പാട്ട് ഒരു ഗോഡ്സ് ഗിഫ്റ്റാ, അപ്പൊ നന്നായിട്ട് ഉപയോഗിക്കണം. പിന്നെ ഞാൻ എവിടെയെങ്കിലും പാടാൻ പോകുമ്പോ ആദ്യം അൻറ്റാൻസിനെ വിളിക്കുന്നേ. പിന്നെ പറയും അൻറ്റാൻസി എനിക്ക് പ്രാർത്ഥിക്കണമെന്ന്. അച്ചടാ, സൂപ്പർ. അമ്മച്ചി, എങ്ങനെയാണ് ആന്യക്കുട്ടി? ഞങ്ങക്ക് ആന്യക്കുട്ടിയെ കുറിച്ച് അറിയണം കൂടുതല്. അനി ഒരു നല്ല സ്നേഹമുള്ള കൊച്ച. അവള് വീട്ടിൽ ഒരു ചോക്ലേറ്റ് കിട്ടിയ അവള് കൊറേ കഷ്ണങ്ങളാക്കി എല്ലാവർക്കും ഷെയർ ചെയ്യും. അവള് വീട്ടിൽ വരുമ്പോ എന്റെ കൂടെ എല്ലാത്തിനും കൂടും. കുക്കിംഗ് ആയാലും ദോശയൊക്കെ ഉണ്ടാക്കുന്ന നെയ് റോസ്റ്റ് ഒക്കെ അവളുടെ സ്പെഷ്യാലിറ്റി. ചപ്പാത്തി ഉണ്ടാക്കും. പക്ഷെ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഇല്ല, അമ്മച്ചിയല്ല പറയുന്നത്. അല്ല, ഇന്നലത്തെ ഈ നമ്മുടെ എല്ലാവരുടെ പിള്ളേരുടെ പെർഫോമൻസ് വീട്ടുകാർ വന്ന് പറഞ്ഞിട്ട് ഇന്ന് പ്രത്യേകം പറഞ്ഞു പഠിപ്പിച്ചു വിട്ടവരുണ്ട്. പലതും പറയണം തോന്നും. എല്ലാ പാട്ട് പാടുന്നതിന് മുന്നേ വിളിക്കും. എന്നെ വിളിച്ച് അവള് പാട്ടൊക്കെ കേൾപ്പിച്ച് അവള് എന്നോട് പറയും, അൻറ്റമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതെനിക്ക് ഒരു വെരി പ്രഷ്യസ് ഒരു പ്രഷ്യസ് മൊമെന്റാ. കാരണം അവൾ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടല്ലേ അത് എന്നെ വിളിച്ച് പ്രത്യേകമായിട്ട് പറയുന്നേ പ്രാർത്ഥിക്കണമെന്ന്. ഇങ്ങനെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കാം. ഹരിചേട്ടാ. മോളെ ആന്യേ, എന്തോ കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് പാടി. താങ്ക് യു. ഇതിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എന്നാലും ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. ഞാൻ കുറച്ച് വർക്ക് ചെയ്തതുപോലെ ഉണ്ട്. അതായത് നേരത്തെ നമുക്ക് ഈ ആകാരം കുറച്ച് പ്രയാസമായിരുന്നു മോക്ക്. ഇപ്പൊ മോൾ അതില് നന്നായിട്ട് വർക്ക് ചെയ്തോ? ഓക്കെ, എന്തൊക്കെയാ ചെയ്തത്? അത് അപ്പാടെ കൂടെ ഇരുന്ന് അത് ഡിക്ഷനൊക്കെ കറക്റ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ. അപ്പൊ എന്തോ ഒരു കുറച്ച് ബെറ്റർ ആയി. ഡിക്ഷൻ ആണെങ്കിലും ഇന്ന് പാടിയപ്പോൾ ഞങ്ങൾക്ക് അതാ ഫീൽ ചെയ്തത്. വേർഡ്സ് ഒക്കെ കുറച്ച് ക്ലിയർ ആയിരുന്നു. കുറച്ചുകൂടി ഈ ഓ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ ആന്യ പാടുമ്പോ. ഇപ്പം എന്നിലലിഞ്ഞമ്മോ ഞങ്ങൾക്കതായിരുന്നു പേടി. എന്നിലലിഞ്ഞമ്മോ എന്റെ അമ്മോ എന്നാവുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആന്യ അതൊക്കെ കെയർഫുൾ ആയിട്ട് നന്നായിട്ട് പാടി. അപ്പോൾ അതിനൊരു ക്ലാപ്സ്. താങ്ക് യു. പിന്നെ മോളെ ഒരു ആകാരം പാടിയില്ല, രസമായിരുന്നു. പക്ഷെ അതിന്റെ അവസാനം ഒരു കുറച്ച് പിച്ചൗട്ടും കാര്യങ്ങളുമായി. പിന്നെ എൻ കനവിൻ രാഗമായി, അതൊന്ന് പാടാവോ? എൻ കനവിൻ രാഗമായി കനവിൻ കനവിൻ രാഗമായി. അതിലൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. പിന്നെ താരാട്ടിൻ രാരീരം, രാരീരം ഒന്ന് പാടാവോ? താരാട്ടിൻ രാരീരം രാരീരം. ഓക്കെ, അതൊക്കെ ഇങ്ങനെ കട്ടായി പോവായിരുന്നു. അവിടെ കുറച്ചും കൂടി ഒരു സസ്റ്റെയിൻ ഒന്ന്, ആ ഒരു വാക്കിന് കുറച്ചും കൂടി ഒരു
ഒരു സസ്റ്റൈൻ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു കേൾക്കാൻ. പിന്നെ ചരണത്തില് പഴം നുറുക്കും. പഴം നുറുക്കും. ആ അപ്പൊ നമുക്ക് ചില എല്ലാ വേർഡ്സിനും നമ്മൾ അങ്ങനെ ഫുൾ എക്സ്പ്രഷൻസ് കൊടുക്കണമെന്നില്ല. പഴം നുറുക്കും അത് അങ്ങനെ അങ്ങ് പാടിയാലും രസമായിരിക്കും. നമ്മളവിടെ ഭയങ്കര പഴം നുറുക്കിന് എന്ത് എക്സ്പ്രഷനാ കൊടുക്കണമെന്ന് എനിക്കറിയില്ല. അതൊക്കെ മോളെ കുറച്ച് ഓപ്പൺ ആയിട്ട് പാടിക്കോ. പാടിക്കേ. പഴം നുറുക്കും. ഇതൊന്ന് ട്രെയിൻ ചെയ്യണം. നമ്മളൊരു എഫേർട്ട് ഇടാതെ നമുക്ക് പെട്ടെന്ന് പാടണം. അല്ലെങ്കിൽ ഓരോ വാക്കിനും നമ്മളിങ്ങനെ എഫേർട്ട് ഇടേണ്ടി വരും. അപ്പം മോള് കുറച്ച് ഫ്രീ ആയിട്ട് പാടിക്കോ കേട്ടോ. അതാണ് ഇനി നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കി ഓവറോൾ ഫീൽ ഉണ്ടായിരുന്നു, ഇംപ്രൂവ്മെന്റ് ഉണ്ട്. സോ ഗുഡ് പെർഫോമൻസ് കേട്ടോ. താങ്ക് യു സർ. നൈസ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക ആന്യ എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. സി ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഓ എന്ന് പറയുന്ന ഒരു സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പം മോള് പാടാൻ കയറിയപ്പോൾ തന്നെ നമ്മളിവിടുന്ന് പറഞ്ഞ മിക്കവാറും എന്നിലണിഞ്ഞമ്മോ ആ ഒരു സൗണ്ടിങ് ആയിരിക്കും വരാൻ പോണേന്ന്. ബട്ട് യു ഡിഡ് ഗുഡ്. താങ്ക് യു സർ. കുറേ ഓ സൗണ്ടിങ് ഒക്കെ പോയി എല്ലാം ആ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പല ഭാഗത്തും വന്നിട്ടുണ്ട്. യു ഹാവ് ടു കീപ് വർക്കിംഗ് ഓൺ ഇറ്റ് കേട്ടോ. ഇനിയും അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഡിക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. എനിക്ക് നമ്മളെ ഈ ഫസ്റ്റ് 2 ലൈൻ മൊഴിയഴകും മിഴിയഴകും പിന്നെ അതുപോലെ മനസ്സിൻ നീണമായി, ആ മനസ്സിൻ നീണമായുടെ പ്ലാൻസിനൊരു ക്ലാരിറ്റി കുറവ് എനിക്ക് ഫീൽ ചെയ്തു ഫസ്റ്റ് 2 ലൈൻസ് കേട്ടോ. എന്നിലണിഞ്ഞമ്മ അതുപോലെ തന്നെ മനസ്സിൻ നീണമായി ഒരു ക്ലാരിറ്റി കുറവ്. അത് മാത്രം മോൾ എനിക്കൊന്ന് പാടിത്തരുമോ? മൊഴിയഴകും മിഴിയഴകും എന്നിലണിഞ്ഞമ്മ. ആ പ്ലാനിന് ഒരു ക്ലാരിറ്റി, ഒരു ഏതൊക്കെ നോട്ട്സ് ആണ് ഹിറ്റ് ചെയ്യണേ എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി. ഓക്കെ, അടുത്ത ലൈൻ. താരാട്ടിൻ രാരീരം മനസ്സിൻ നീണമായി എൻ മനസ്സിൻ ഈണമായി. ഓക്കെ, ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നം. കാരണം എന്തോ ആ ഒരു പ്ലാൻ വരുന്ന സമയത്ത് ഇത് ലെവല് താഴോട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അപ്പം അത് കേൾക്കണില്ല. അപ്പം ഒന്ന് ഓഡിബിൾ ആയാൽ മതി, ഒന്ന് കേട്ടാൽ മതി. കാരണം ആനി ഒരു അടിപൊളി സിംഗറാണ്. താങ്ക് യു സർ. ഭയങ്കര സ്വീറ്റ് വോയിസ് ആണ് ആനിയുടേത്. അപ്പം അതെല്ലാവരും കേൾക്കട്ടെ. അപ്പം ഈ പ്ലാൻസ് ഒക്കെ പാടുമ്പോൾ അതെല്ലാവരും കേൾക്കട്ടെ. അപ്പം അതിനൊരു പ്രത്യേക ഒരു സുഖം ഉണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു മൈക്ക് പ്ലേസ്മെന്റ്, ലെജിബിലിറ്റി ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കാം കേട്ടോ. പക്ഷെ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ആ ഓ സൗണ്ടിങ് പോയപ്പോൾ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മകളെ എന്തോ പാടിയത് നന്നായിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞില്ല, ഇപ്പം ഷാൻ പറഞ്ഞില്ലേ ഈ മനസ്സിന് നീളമായി, അത് വളരെ ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്ത് മോളെ. അതിനൊരു ഒരു ക്ലാരിറ്റി കുറവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാടിച്ച മോളെ കൊണ്ട് കേട്ടോ. അത് ഇപ്പോൾ ഒരു ബൃഹ പാടിയാലും ഇപ്പോൾ ഒരു അകാരം പാടിയാലും അത് ആ പാട്ടിനോട് ചേർന്ന് നിൽക്കണം. അതങ്ങനെ മുഴച്ച് നിൽക്കരുത്, അത് മാത്രം. അപ്പോൾ അത് മോള് മനസ്സിലായി. കുഞ്ഞല്ലേ, നിനക്കതിപ്പോൾ നമ്മൾ പറയുന്ന പോലെ നിനക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല, പക്ഷെ മനസ്സിലാവും. ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളാണ് മോളെ. അതുപോലെ എനിക്ക് ഈ രാരീരം ഹരി പാടിച്ചില്ലേ പുള്ളി, ലാസ്റ്റ് പലവിളി ആ രാരീരം വേറെ എന്തോ ഉണ്ടോ അതിനകത്ത്? അത് തന്നെയാണോ? അതാണ് മോള് പാടിയിട്ട് എന്തോ പറ്റിപ്പോയത്. പിന്നെ അതിന് മുമ്പുള്ള ചരണത്തിൽ ഈ പഴന്തുറുക്കിൻ്റെ കാര്യം അതൊട്ട് ചേർന്നിട്ടുമില്ലായിരുന്നു. അത് മക്കൾ ശരിയായിക്കൊള്ളുക കേട്ടോ. കാരണം നല്ലൊരു കൂളായിട്ടുള്ള പാട്ടല്ലേ. മക്കൾ പാടുന്ന കാണാനും കേൾക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. ഈ ഓന്നുള്ളത് നമുക്ക് പേടിയുണ്ടായിരുന്നു മോളെ തുടങ്ങും, പക്ഷേ ഇല്ല, അത്രേ ഉള്ളൂ. നല്ല സുഖം. കുറച്ചും കൂടെ മോള് ഈ പാട്ടിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാം കേട്ടോ. ലവ് യു മുത്തേ. ലവ് യു ടു. താങ്ക് യു ഡാ. താങ്ക് യു ശരത് സർ. ആന്യ മാർക്ക് ചോദിക്കാം. ഓക്കെ ശരത് സർ. യെസ് സാർ. മാർക്ക് മക്കളെ 8 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. അണ്ണൻ തമ്പി. ഓക്കെ, അപ്പോ നല്ല മാർക്കാണ് കിട്ടിയത്. അപ്പോൾ ജഡ്ജസ് പറഞ്ഞതൊക്കെ കേൾക്കാൻ നെക്സ്റ്റ് ടൈം നമ്മൾ അതൊക്കെ ശരിയാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്നാ പോട്ടെ, പോയി വല്ലതൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങ് കേട്ടോ. അതുപോലെ തന്നെ തിരിച്ചും നോ ചാറ്റിംഗ്. ഓക്കെ, നോ ചൊട്ടിങ്. നോ എല്ലാരും പോയി കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ.